അശ്വിൻ ഡിയാഗോ, വാദപ്രതിവാദങ്ങൾ നീണ്ടുപോകാനുള്ള ഒരു സാധ്യതയുണ്ടെങ്കിൽ ഇന്ന് ശിക്ഷാവിധി വരാനുള്ള സാധ്യത എത്രത്തോളമാണ്? സുജിയ, ഇന്ന് ശിക്ഷാവിധി ഉണ്ടായിക്കില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം ഇന്നലെയാണ് ഇവർ കുറ്റക്കാരാണ്, ഗ്രീഷ്മയുടെ അമ്മാവനും കുറ്റക്കാരാണ് എന്നുള്ളത് കണ്ടെത്തിയിട്ടുള്ളത്. അതിന്മേലുള്ള തുടർവാദങ്ങളാകും ഇന്ന് കോടതിയിൽ, നെയ്യാറ്റിൻകര സെഷൻസ് കോടതിയിൽ ഉണ്ടാവുക. പ്രധാനമായും ഇവർക്ക് കടുത്ത ശിക്ഷ നൽകണം എന്നുള്ളതാണ്. ഇത് കൗണ്ടർ ചെയ്തതിനുള്ള വാദങ്ങളും ഉണ്ടാകും. അങ്ങനെയെങ്കിൽ ഇന്ന് ശിക്ഷ തൽക്കാലം ഉണ്ടാകില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പിന്നീട് ഇതിൻ്റെ ഒരു തീയതി തീരുമാനിക്കും. കടുത്ത ശിക്ഷ തന്നെ നൽകാനുള്ള സാധ്യതയാണ് ഉള്ളത്. പ്രതിഭാഗത്തിനും അവരുടെ ന്യായങ്ങൾ കൂടി ഇന്ന് ഈ ശിക്ഷയിൽ ഇളവ് ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. കാരണം ഗ്രീഷ്മയുടെ പ്രായം, അതുപോലെ തന്നെ സുഖമില്ലാത്ത അച്ഛനും അമ്മയുടെ പ്രായം, അവരുടെ അസുഖം, ഇതെല്ലാം കാട്ടി ശിക്ഷയിൽ പരമാവധി ഇളവ് നൽകണം എന്നുള്ളതാണ് ഗ്രീഷ്മയുടെ അഭിഭാഷകരുടെ ആവശ്യം. അതുകൊണ്ട് തന്നെ വിശദമായി തന്നെ ഇന്ന് ഒരു വാദം, ഇതിൽ എന്ത് തുടർ ഈ വിധിയിൽ, അതായത് ഈ ഒരു ശിക്ഷാവിധിയിൽ തുടർ കാര്യങ്ങളിൽ ഇന്ന് വിശദമായി തന്നെ ഒരു വാദം കേൾക്കും. ഇതിനു ശേഷമാകും വിധി പറയുക എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇന്നുണ്ടായേക്കില്ല വിധി എന്നുള്ള കാര്യത്തിൽ ഏതാണ്ട് ഉറപ്പാണ്. ഇനി തിങ്കളാഴ്ചയോ അല്ലെങ്കിൽ ചൊവ്വാഴ്ചയോ ആകും ഇതിൽ സംബന്ധിച്ച ഒരു എന്ത് ശിക്ഷ ഈ ഗ്രീഷ്മയ്ക്കും അതുപോലെ തന്നെ അമ്മാവനും നൽകും എന്നുള്ളതാണ് നമുക്ക് കാത്തിരുന്ന് അറിയേണ്ടിയിരിക്കുന്നത്. 2 ദിവസത്തിനുള്ളിൽ തന്നെ ശിക്ഷാവിധി അറിയിക്കും എന്നുള്ളതാണ്. ഇന്ന് അത് സംബന്ധിച്ച ഒരു തീയതിയും കോടതി പ്രഖ്യാപിക്കും. ബഷീർ, ഈ കോടതി ജഡ്ജി ബഷീർ ഇവിടെ എത്തിയിട്ടുണ്ട്. അദ്ദേഹം ഈ പ്രതികളെല്ലാം തന്നെ അവിടെ നമ്മുടെ ജയിലിൽ നിന്നും ഇങ്ങോട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ്. പിന്നീട് ഒരു വിശദമായൊരു വാദം കേൾക്കലിനൊടുവിലാകും എന്ത് ശിക്ഷ ഇവർക്ക് നൽകണം എന്നുള്ള കാര്യത്തിൽ തീരുമാനമുണ്ടാവുക. എന്തായാലും ഇന്ന് ഒരു ശിക്ഷാവിധിയിലേക്ക് കാര്യങ്ങൾ നീങ്ങില്ല. പകരം വാദങ്ങൾ വിശദമായി തന്നെ കേൾക്കും. 2 ഭാഗങ്ങളും കേൾക്കും. പരമാവധി ശിക്ഷ തന്നെ ഗ്രീഷ്മയ്ക്ക് നൽകാനാണ് സാധ്യത. സുജയ. ഓക്കെ, അശ്വിൻ ഡിയാഗോയാണ് വളരെ പ്രധാനപ്പെട്ട വിവരം ഇപ്പോൾ പങ്കുവച്ചത്.